സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ എന്ത് കാര്യമാണ് നമ്മൾ ഇന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത. മൂന്നാമത്തെ നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന റീഡാണ്. അപ്പോൾ എന്താണ് പ്രസൻറ്റ് സിറ്റുവേഷൻ നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് സൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് എ വെരി പോസിറ്റീവ്, ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാഷനോട് കൂടി അഭിനയിച്ചതോടുകൂടി മുന്നോട്ട് വരുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് താങ്കൾക്കൊരു പുതിയ തുടക്കത്തിനുള്ളൊരു എനർജിയിലേക്കാണ് വരുന്നത്. അതായത് പാസ്റ്റെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അത് മറന്നുകൊണ്ട് നമുക്ക് പുതിയതിലേക്ക് തുടങ്ങണം എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ എനർജിയിൽ തുടങ്ങാനുള്ളൊരു ദിവസമാണെന്ന്. ഇത് വളരെ ഒരു പോസിറ്റീവ് എനർജിയുള്ള കാർഡാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നാം വലിയ വിജയങ്ങൾ പല കാര്യങ്ങളിലും നേടിയിട്ടുണ്ട്. എന്ന് ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 5 കാര്യങ്ങളാണ് താങ്കളുടെ ജീവിതത്തിൽ ഇതുവരെ താങ്കൾ നേടിയിട്ടുള്ള ഏറ്റവും വലിയ വിജയങ്ങൾ. ഏറ്റവും കടുത്ത ഇതിലൂടെ കടന്നുപോയി. ഇന്ന് നമ്മളത് ഓർക്കാനും അതിനനുസരിച്ച് ഒരു പക്ഷേ അതായിരിക്കും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇന്ന് ഫയർ എന്ന് പറയുന്ന എനർജിയാണ്. ഇവിടെയും തീനാളമാണ് കാണുന്നത്, ഇവിടെയും തീനാളമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ തലയിലും ഒരു തൂവൽ കാണാം, കുട്ടിയുടെ തലയിലും തൂവൽ കാണാം. അത് ഫയർ എന്ന് പറയുന്ന ഇതാണ് ചുവപ്പ് ഇതും അതാണ് കാണിക്കുന്നത്. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡിലേക്കാണ് പോകുന്നത്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്ന പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഒരു കാർഡാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നീട്ടിവെക്കുക, അല്ലെങ്കിൽ പിന്നീട് മാറ്റിവെക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺടാക്റ്റിൽ ഈ കാർഡെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി അല്ല എന്ന് ഞാൻ താങ്കളോട് പറയുന്നു. അതായത് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ ആശയം വരുമ്പോഴും അത് ആശയത്തോട് നിൽക്കുമെന്നല്ലാതെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് താങ്കൾക്ക് കൊണ്ടുപോകാൻ ഒരു മടി കാണുന്നുണ്ട്. അതായത് എല്ലാം വിജയിക്കും നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ഒന്നുകൂടി സമയമായോ, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചുകൂടി ഞാൻ തയ്യാറെടുക്കട്ടെ എന്ന് പറയുന്ന ചില ഭയാശങ്കകൾ താങ്കൾ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ താങ്കൾ എന്ത് ചെയ്യണം എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഞാൻ ഈ കാർഡ് എക്സ്ട്രാ എടുത്താണ്. ഈ കാർഡ് പറയുന്നത് വൈകാരികമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു രാജാവിൻ്റെ എനർജിയിൽ മുന്നോട്ട് പോകാനാണ്. അതായത് നമ്മളതിൻ്റെ റിസൾട്ട് നോക്കണ്ട, ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രതിരോധം താങ്കൾ കടന്നില്ലെങ്കിൽ താങ്കൾ ഈ ഒരു എനർജി വേസ്റ്റ് ആക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.